ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ ചിറക്കര അമ്പലത്തിൽ കൊടിയേറി കേട്ടോ. വന്നു മക്കളെ, നമ്മുടെ ഉത്സവം വന്നു. ചിറക്കര തമ്പുരാട്ടിയുടെ മണ്ണിൽ നമ്മുടെ ഉത്സവം വന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ദൃശ്യമാണിത് കേട്ടോ. ഞാൻ മോനെ കൊണ്ടാക്കാൻ പോയപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അങ്ങനെ കണ്ടോ, കണ്ടോ ഇപ്രാവശ്യത്തെ നല്ല രീതിയിലാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല കുടകളുടെ ഭംഗി ഒന്ന് കണ്ടു നോക്കുകയാണ്. ശരിക്കും നോക്കി എന്ത് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ അലങ്കരിച്ച് എടുത്തിരിക്കുന്നത്. കുടയാണ് കേട്ടോ, ഇത് മൊത്തം കുടയാണ്, നമ്മുടെ സാധാ കുടയാണ്. ഇത് ചന്തയിലോട്ട് കയറി പോണ വഴിയാണ്. ഇനി നാളെ മറ്റന്നാളൊക്കെ ഇവിടെ വൻ ജനത്തിരക്കാണ് കേട്ടോ. ഞാൻ ആളില്ലാത്ത സമയത്ത് വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ കുതിര, അതായത് നെടുംകുതിര എങ്ങനെയാണ് അതിനകത്ത് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ വന്നപ്പോഴാണ് അത് സെറ്റ് ചെയ്യുന്ന രംഗം കണ്ടത്. പക്ഷേ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒത്തിരി സമയം ആവും എന്നുള്ളത് കൊണ്ട്, അത് ഉച്ച സമയം ആയതുകൊണ്ട്, വീട്ടിൽ ജോലി ഉള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ വയലിലാണ് നമ്മൾ കുതിര എടുക്കുന്നത്. അപ്പം വെള്ളമൊക്കെ കയറി നനഞ്ഞ് ഒരു പരുവായി കിടക്കുകയാണ്. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾ നമ്മുടെ നെടുംകുതിര എടുത്ത് കൊണ്ടുവരും. അവർ സമ്മതിക്കണം കേട്ടോ. വയലിൽ മൊത്തവും ഇന്നലത്തെ പെരുമഴയിൽ വയൽ മൊത്തവും നനഞ്ഞ് വെള്ളക്കളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെടുംകുതിരയുടെ മുകൾ ഭാഗം റെഡി ആയിട്ടിരിക്കുന്നു. അതിനി ക്രെയിൻ ഉപയോഗിച്ചാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദൃശ്യം ഞാൻ വീഡിയോ പകർത്താമെന്നും പറഞ്ഞിട്ടാണ് കുറേ നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു നിന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവരത് ഉയർത്തി വയ്ക്കുന്നില്ല. അപ്പോൾ ഒത്തിരി സമയം ലേറ്റാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വെച്ച് ഫുൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാതിരുന്നത്. അപ്പം അത് ഒത്തിരി സമയം എടുക്കും ഇതിനെടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ ആ സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു അത്ഭുതമായ കാഴ്ചയായിരുന്നു. എനിക്കും ഇതൊരു അത്ഭുതമായ കാഴ്ചയായിരുന്നു. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല ക്രെയിൻ ഉപയോഗിച്ച് ഇതിനെ എടുത്ത് സെറ്റ് ചെയ്ത്, നമ്മൾ സെറ്റ് ചെയ്ത് ആൾക്കാർ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുമയുള്ള കാഴ്ചയല്ലേ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് കരുതി ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി സമയം അതിന് വേണ്ടുന്നത് കൊണ്ട് ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതാണ് നമ്മുടെ ചിറക്കര തമ്പുരാട്ടിയുടെ നെടുംകുതിരയുടെ മുകൾ ഭാഗം. അപ്പം മുകൾ ഭാഗമാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ കെട്ടിവെച്ചിരിക്കുന്ന അതിനകത്ത് മുകളിൽ വയ്ക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാരായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണിത് ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന് അവിടെ നിൽക്കുന്ന ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു നെടുംകുതിര ആയതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിനെ ഇനിയിപ്പോൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കാം, ഇത് ഫുള്ള് സെറ്റൊക്കെ ആക്കി വച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്നു. കാരണം ഉച്ച സമയം ആയതുകൊണ്ട് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോനെ പാട്ടിന് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിന് വിളിക്കാൻ പോകണമായിരുന്നു. അപ്പം എന്താ ഇത് എടുത്ത് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മുകളിൽ ഉയർത്തിക്കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് ഉയർത്തി ഇപ്പുറത്ത് വേറെ തടി വെച്ച് കെട്ടിയേക്കുന്നത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് കണ്ടു നിൽക്കാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും കാണാത്ത കുറച്ച് കാര്യങ്ങളല്ലേ, അപ്പം നമുക്ക് അതൊന്ന് ഷെയർ ചെയ്താൽ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് പറയണേ കമൻ്റായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിറക്കര തമ്പുരാട്ടിയുടെ മണ്ണിലേക്ക് സ്വാഗതം. അപ്പം നാളെയും മറ്റന്നാളും ആയിട്ടാണ് ഉത്സവം. അപ്പോൾ എല്ലാവരും വരിക. വൻ ചന്തയാണ് കേട്ടോ. അവിടെ അച്ഛനും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടുമെന്നാണ് പൊതുവേ ഇങ്ങനെ നമ്മൾ പരക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ചന്തയ്ക്കൊക്കെ ഞാനും പോകാറുണ്ട്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ അതെങ്കിലും വായി നോക്കി കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി നടന്ന് 10 പേരെ കാണാമല്ലോ. അപ്പം അവിടുത്തെ ജനത്തിരക്ക് അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത്രയധികം ജനത്തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഈ ഇരിക്കുന്ന ഇതിനകത്തുണ്ടോ, അതിനകത്താണ് ഈ കുതിര സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്.
എന്തായാലും വല്ലാത്ത കണ്ടുപിടുത്തങ്ങളാണ് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ റിസ്ക് എടുത്ത് നല്ല രീതിയിൽ അവർ ചെയ്തില്ലെങ്കിൽ കുതിര എടുക്കുമ്പോഴേ പ്രശ്നമാവൂലേ. അപ്പം നല്ല രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻസ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.